ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-നുള്ളിൽ ചേരിതിരിഞ്ഞ് പല വിഷയങ്ങളായി അടി തുടങ്ങിയിരുന്നു. ഇപ്പോൾ SNDP യോഗത്തിനുമേൽ കുതിര കയറേണ്ട, വെള്ളാപ്പള്ളി നയിക്കുന്നതിൽ ആശങ്കയില്ലെന്ന CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ SNDP യോഗത്തിനുമേൽ പാർട്ടി കുതിര കയറേണ്ടെന്ന CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. വെള്ളാപ്പള്ളി നടേശൻ യോഗത്തെ നയിക്കുന്നതിൽ ആശങ്കയില്ല. നവോത്ഥാന പ്രസ്ഥാനമെന്ന നിലയിൽ യോഗത്തിന്റെ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും യോഗം വിലയിരുത്തി. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് SNDP വിഷയം വിശദമായി ചർച്ച ചെയ്തത്. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TM തോമസ് ഐസക്, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R നാസർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ SNDP യോഗ നേതൃത്വത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം രംഗത്ത് വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിംഗ് രീതിയിൽ ആശങ്ക വേണ്ടെന്ന നിലപാടിലായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ ചർച്ച. ഇതിന്റെ പേരിൽ SNDP യോഗത്തിനെതിരെ തിരിയേണ്ടതില്ല. ഒരു തരത്തിലുമുള്ള കമ്മിറ്റികളും പിടിച്ചെടുക്കുന്നതിനോ അവയിൽ കടന്നു കയറുന്നതിനോ ഉള്ള നീക്കം വേണ്ടെന്ന് നിർദ്ദേശിച്ചതായാണ് വിവരം. പാർട്ടിയുടെ ആരും ശാഖായോഗങ്ങളിൽ കടന്നു കയറാനും ശ്രമിക്കേണ്ട. അതേസമയം ശാഖായോഗങ്ങളിലടക്കം RSS കടന്നുകയറ്റത്തെ ജാഗ്രതയോടെ കാണണം. ഇതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന മുന്നറിയിപ്പും കീഴ്ഘടകങ്ങൾക്ക് നൽകും. BDJS-ന്റെ പേരിൽ SNDP യോഗത്തിൽ കടന്നു കയറാൻ RSS ശ്രമിക്കുന്നുണ്ട്. കടന്നുകയറ്റത്തിന് അവസരമില്ലാത്ത തരത്തിലാണ് യോഗ നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും RSS നീക്കം കരുതിയിരിക്കണം. അതിനായി ശാഖായോഗങ്ങളുമായി നല്ല ബന്ധവും സഹകരണവും ഉണ്ടാകണം. ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള വിമർശനത്തിന്റെ പേരിൽ മതനിരപേക്ഷ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല. ഭൂരിപക്ഷ വർഗീയ നീക്കങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമെന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. അതിൽ വെള്ളം ചേർക്കാതെ പ്രവർത്തിക്കണം. എന്നാൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കൊടിപിടിക്കുന്ന പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്തണം. സാധാരണക്കാർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കാനും അതിന് മുൻഗണന നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണം. അവരുടെ ആവശ്യങ്ങളിലും വിഷയങ്ങളിലും ഒപ്പം നിൽക്കാനും നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണത്തെക്കുറിച്ച് അറിയില്ലെന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പോകുന്നിടത്തൊക്കെ വയനാടിനായി സഹായം ചോദിക്കുമെന്നും ഗവർണർമാരുടെ സമ്മേളനത്തിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 10 മിനിറ്റ് സംസാരിച്ചതിൽ 6 മിനിറ്റും വയനാടിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. കൂടുതൽ സഹായം എത്തിക്കാനാണ് ശ്രമം നടത്തുന്നത്. താൻ പോകുന്ന ഇടങ്ങളിലൊക്കെ വയനാടിനെ സഹായിക്കാൻ പറയുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ വയനാടിനു വേണ്ടി നിൽക്കേണ്ട സമയമാണ്. CMDRF വഴിയോ ജില്ലാ ഭരണകൂടം വഴിയോ സഹായം എത്തിക്കാമെന്നും ഗവർണർ അറിയിച്ചു. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം QR കോഡ് പിൻവലിച്ചു. പകരം UPI ID. മോഹൻലാൽ 3 കോടി നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാൻ നിലവിലുണ്ടായിരുന്ന QR കോഡ് സംവിധാനം പിൻവലിച്ചു. തട്ടിപ്പുകൾക്കുള്ള സാധ്യത ഒഴിവാക്കാനാണ് നടപടിയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള UPI ID വഴി പണം അയക്കാം. UPI പോർട്ടലിൽ ദുരിതാശ്വാസ നിധിയിലുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൗണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അത് അവരാണ് വ്യക്തമാക്കേണ്ടതെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരുടെയെങ്കിലും പ്രസ്താവനയെ വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. ദുരിതപൂർണമായ ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോകുന്ന ജനങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിന് ഒരുപാട് കടമ്പകളുണ്ട്. അവരെ സഹായിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഫണ്ട് കൊടുക്കേണ്ടതില്ല എന്നു പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഏതെങ്കിലും ചോദ്യത്തിന്റെ മറുപടിയായി പറഞ്ഞു പോയതായിരിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളും ആ വിധത്തിൽ കൊടുക്കുന്നുണ്ട്. CPM-ന്റെ ഫണ്ട് പിരിക്കുന്നതിലേക്ക് കൊടുക്കേണ്ടതില്ലെന്നും അതിന് കോൺഗ്രസിന്റേതായ ഫോറമുണ്ട് എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞതെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാനാണ് പറയുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി ഭിന്നിക്കേണ്ട സമയമല്ല ഇത്. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും കക്ഷി രാഷ്ട്രീയത്തിന്റെയും ധ്വനികൾ ഉണ്ടാവുന്നത് ഗുണകരമല്ല. കേരളത്തിന് ഒരു പൈതൃകമുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോവുക എന്നതാണ് വയനാടിന്റെ കാര്യത്തിൽ വേണ്ടതെന്ന് ഗോവിന്ദൻ പറഞ്ഞു. വയനാട് ദുരന്ത മേഖലയിൽ ഖനനം, ക്വാറികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡുകൾ എന്നിവയുടെ വിശദ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കളക്ടർക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. നാശനഷ്ടം, രക്ഷാപ്രവർത്തനത്തിന്റെ സ്ഥിതി, അപകടങ്ങൾ തടയാൻ സ്വീകരിച്ച മുൻകരുതലുകൾ എന്നീ വിവരങ്ങളും ഉൾപ്പെടുത്തണം. കോട്ടയം, ഇടുക്കി കളക്ടർമാരോടും സമാന വിവരങ്ങൾ തേടി. വയനാട് ഉരുൾപൊട്ടൽ പാഠമാക്കി തമിഴ്നാട്ടിൽ സ്വീകരിച്ചിരിക്കുന്ന മുൻകരുതൽ നടപടികളെക്കുറിച്ച് നീലഗിരി, കോയമ്പത്തൂർ കളക്ടർമാരും തമിഴ്നാട് ദുരന്ത നിവാരണ വകുപ്പ്, തമിഴ്നാട് വനം പരിസ്ഥിതി സെക്രട്ടറി, ചീഫ് സെക്രട്ടറി എന്നിവരും റിപ്പോർട്ട് നൽകണം. കേസ് സെപ്റ്റംബർ 9 വീണ്ടും പരിഗണിക്കും. ഷിരൂരിലെ ഗംഗാവാലി പുഴയിൽ ലോറിയോടെ കാണാതായ
കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിലും വീണ്ടും ആരംഭിച്ചേക്കുമെന്ന റിപ്പോർട്ട്. പുഴയിലെ നീരൊഴുക്കും അടിയൊഴുക്കും അല്പമൊന്ന് കുറഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും പരിശോധന നടത്താനാകുമോ എന്ന് പരിശോധിക്കുന്നത്. എന്നാൽ പുഴയിലിറങ്ങി പരിശോധിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും ഇല്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ സ്വമേധയാ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ തയ്യാറായി എത്തിയിട്ടുള്ള ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും അധികൃതർ അനുമതി നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നാവികസേനയുടെ സാന്നിധ്യത്തിൽ നേരത്തെ ഈശ്വർ മാൽപ്പൈ പുഴയിൽ മുങ്ങാൻ 3 തവണ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഒരു തവണ വടം പൊട്ടി ഒഴുകി പോവുകയും ചെയ്തിരുന്നു. നിലവിൽ ഷിരൂരിലടക്കം കർണാടകയിലെ തീരദേശ മേഖലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതെല്ലാം പരിശോധിച്ച് മാത്രമായിരിക്കും തിരച്ചിലിന് അനുമതി നൽകുക. തിരച്ചിലിനെ കുറിച്ച് കർണാടക അധികൃതരിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും ലഭിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം കുടുംബം വ്യക്തമാക്കിയിരുന്നു. തിരച്ചിൽ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി കാര്യങ്ങൾ സംസാരിച്ചെന്നും സഹോദരി ഭർത്താവ് ജിതിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കോഴിക്കോട് അർജുന്റെ വീട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. 4 ദിവസം കഴിഞ്ഞ് തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചത്. എന്നാൽ അതിനുശേഷം നമുക്ക് ഔദ്യോഗികമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. കാർഷിക സർവകലാശാലയിൽ നിന്നും വന്നവർ റിപ്പോർട്ട് കൊടുത്തു. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് അവലോകനം നടന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരു വിവരവും തന്നിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞതെന്നും ജിതിൻ പറഞ്ഞു.